ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് നമ്മുടെ ഐറ്റം ഇന്നത്തെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നിസാൻ GTR ആണ് ഇന്നത്തെ വണ്ടി. നമ്മുടെ നിതിനുണ്ട്, വരണുണ്ട്, പിന്നെ പുതിയ ഒരു അപ്പുറത്തെ വീട്ടിലെ ചക്കൻ ഞങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ കയറി വന്ന് നിന്നാണ്. പിന്നെ നിർത്തിക്കോട്ടെ വിചാരിച്ചിട്ട് നിർത്തിയതാണ് ജോയല്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പണിത ഈ ഒരു വണ്ടിനെ കുറിച്ചാണ്. നമ്മുടെ നിസാൻ GTR നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മൾ ഇറക്കിയ വീല്, പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, I'm here and I'm feeling exaggerated, that's what you us. അപ്പോൾ ഇതാണ് നമ്മുടെ നിസാൻ GTR. അതായത് വീഡിയോ കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇതിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. വീലിട്ടപ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു ലുക്ക് മാറിയത് കേട്ടോ, സത്യം പറയാലോ. അതായത് വീലിട്ട് നമ്മൾ ക്യാമറ എന്ന് വെച്ചാൽ വീല് ചെരിച്ച് കണ്ടോ, വീല് ചെരിഞ്ഞായിരിക്കണേ. ബാക്കിലെ വീലും കുറച്ച് ചെരിച്ചിട്ടുണ്ട് കണ്ടോ, ഉള്ളിലോട്ടൊക്കെ കയറിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഇതിന് ഭയങ്കരമായിട്ട് ചേർന്നുണ്ട്. ഈ ഒരു റെഡ് കളറൊക്കെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയപ്പോഴത്തേക്കും വീലും മാറ്റേണ്ടി വന്നു. വീല് സിൽവർ ഇട്ടപ്പോഴത്തേക്കും കറക്റ്റ് സെറ്റായി. പിന്നെ നമ്മളിതിനകത്ത് ഫ്രണ്ട് ഒന്നും ചെയ്തിട്ടില്ല, ഡീറ്റെയിലിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ വണ്ടി നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ചാനൽ റിമോട്ടാണ്. അതായത് 2 ചാനൽ റിമോട്ടാണ് എല്ലാ വണ്ടിക്കും വരുന്നത്. 3 ചാനൽ റിമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ബട്ടൺ കൂടി കൂടുതലായിരിക്കും. അതായത് സാധാ ഒരു റിമോട്ടാണെങ്കിൽ ഇത് 1 ചാനൽ, ഇത് 2nd ചാനൽ. അപ്പോൾ അങ്ങനെ 2 ചാനലാണ് നോർമലി ഒരു റിമോട്ട് ഉണ്ടാവുക. പിന്നെ ഇതിന് സെൻറ്റർ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ നമുക്ക് ലൈറ്റിലോട്ടോ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്യുക, നമ്മൾ ലൈറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അതാണ് 3 ചാനൽ റിമോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കാറിലോട്ട് വരാം. കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർമൽ വണ്ടിയല്ല. അതായത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരു ഡ്രിഫ്റ്റ് കാറോ അല്ലെങ്കിൽ ഒരു ഓൺ റോഡ് കാർ പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയല്ല ഇത്. കാരണം ഇതിൻ്റെ ചാസിയിൽ പ്രത്യേകതയുണ്ട്. ഇതൊരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് കാറിൻ്റെ ചാസിയാണ് ഇതിലിരിക്കുന്നത്. അതായത് കാണിച്ചു തരാം. പിന്നെ കൂരിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ കൂരി ബോഡി ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ചാസി കണ്ടോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ചാസി. അതായത് നിങ്ങൾ പഴയ വണ്ടികൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം എല്ലാ വണ്ടിയുടെ ഈ ഓൺ റോഡ് കാറിൻ്റെ ചാസിയൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് പക്ക പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് കാറാണ്, ബെൽറ്റ് ഡ്രൈവാണ്. അതായത് ഇതിന് ഷാഫ്റ്റോ മറ്റേ സെൻട്രൽ ഷാഫ്റ്റോ മറ്റേ ഡിഫറൻഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. സസ്പെൻഷനൊക്കെ ഹൈറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡലാണ്. അതായത് ഹൈറ്റ് കുറയ്ക്കുകയും എല്ലാം ചെയ്യും. അതായത് ഈ സാധനം ഇങ്ങനെ നൈസായിട്ട് തിരിച്ചു കൊടുത്താൽ ഹൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഫ്രെയിമിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒക്കെ ഇരിക്കുന്നത് മോട്ടർ, അതായത് ഒരു ഫുൾ ബാലൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, മോട്ടർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സ്പർ ഗിയർ വഴി ഇവിടെ ഒരു ഇങ്ങനെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ബെൽറ്റ് ഡ്രൈവ് വഴി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട് കണ്ടോ. ഇത് ബാക്കിലോട്ട് പോവും, ഇത് ഫ്രണ്ടിലോട്ടും പോവും. അപ്പോൾ ഡിഫറൻഷ്യലില്ല ഈ ഒരു വണ്ടിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ടയർ 1 ടൈം കറങ്ങുമ്പോഴത്തേക്കും മറ്റേ ഈ ബാക്ക് ടയർ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഇത്. അത് ഡ്രിഫ്റ്റ് കാരൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവരൊരു ബ്രാൻഡിൻ്റെ TM എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഇതൊക്കെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസിനെ പറ്റി പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് എന്ത് പണി വേണമെങ്കിലും ഇതിനകത്ത് നടത്താം. ഇത് കണ്ടോ, ക്യാമ്പർ വരെ ചെയ്യാം. അതായത് ഈ ഒരു ആം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീല് ക്യാമ്പറാവും. ചില ഓൺ റോഡ് നോർമൽ ചാസിക്കും ഉണ്ട്. കണ്ടോ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസിയുടെ പ്രത്യേകത. ഇത് പക്ക ഒരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് കാറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് ബാറ്ററി ഇടുന്ന സ്ലോട്ടൊക്കെ ഇതൊരു 6200 mAh ജെൻസിൻ്റെ ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് തന്നെ ഏകദേശം ഒരു 6000 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ട്രാക്സസിൻ്റെ ESC നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. ട്രാക്സസിൻ്റെ ESC ആണ് ഇരിക്കുന്നത്. കാരണം ഫസ്റ്റ് വന്ന ESC കത്തിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതേ ഡ്രിഫ്റ്റ് കാറിന് ടേണിങ് റേഷ്യോ കൂടുതലായിരിക്കും. ഇതുണ്ടോ, വീല് ഇത്രയും തിരിയുണ്ട്. സാധാരണ നോർമൽ കാറിനാണെങ്കിൽ കണ്ടോ വീല് ഇത്രയൊക്കെ തിരിയത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ കൂടുതൽ തിരിയും. ആ ഡ്രിഫ്റ്റ് കാറിനുള്ളൊരു പ്രത്യേകതയാണത്. ഇതുണ്ടോ, ഇത്രയും ടേണിങ് റേഷ്യോ ഉണ്ട്. അത് ഡ്രിഫ്റ്റ് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഡ്രിഫ്റ്റിങ് ഈ ട്രാക്കിലൊക്കെ ടേണിങ്ങിലൊക്കെ അത്രയും ടേണിങ് റേഷ്യോ വേണം വളച്ച് പോകണമെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ ബെൽറ്റ് ഇതുണ്ടോ, ബെൽറ്റ് ഡ്രൈവിലാണ് ഫുൾ പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചാസി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി നമുക്ക് ബോഡി വെക്കാം. നമ്മളങ്ങനെ ബോഡി സെറ്റ് ചെയ്തു. പിന്നെ ഈ വീൽസ് അല്ല ആദ്യം ഉണ്ടായത്. നിങ്ങൾക്ക് വണ്ടി മറ്റേ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ വീലല്ല, ഒരു ബ്ലാക്ക് വീലായിരുന്നു. അപ്പോൾ ഈ വീല് നമ്മൾ USA നിന്ന് ഇമ്പോർട്ട് ചെയ്ത വീലാണ്. അതായത് നമ്മുടെ സുപ്രയുടെ ബോഡി ഇറക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കൂടത്തിൽ കൊണ്ടുവന്നൊരു വീൽസാണ്. ഇത് കണ്ടോ, വീൽസൊക്കെ ഇവിടെ നമുക്ക് കിട്ടാൻ പാടാണ്. നമ്മളത് പുറത്തുനിന്ന് തന്നെ എടുപ്പിക്കണം. വണ്ടി ഡ്രിഫ്റ്റ് പോകാൻ കിട്ടില്ല കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. വണ്ടിയുടെ ലുക്കും മാരകമാണ്. അതായത് ഒരു റിയൽ വണ്ടി ക്യാമറൊക്കെ ചെയ്തിട്ടേക്കുന്ന പോലെ. വാവ്, പൊളി ഗൈസ്. പിന്നെ ചിലവരുടെ കമൻറ്റ് കണ്ടോ, അതായത് R32 R33 ഒക്കെയാണ് ഗോഡ്സില്ല എന്നൊക്കെ പറയുന്നത്. അതായത് ഈ GTRനെ പൊതുവെ എല്ലാ സീരീസിനെയും ഗോഡ്സില്ല എന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. നമ്മളങ്ങനെ R32 ആണ് R33 ആണെന്നൊന്നും അങ്ങനെ പറയാറില്ല. പുതിയ മോഡൽ ഇറങ്ങിയാലും അതിനെ ഗോഡ്സില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് തന്നെ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇനി കുറച്ച് പണികൾ കൂടി വരുന്നുണ്ട് നമുക്ക് വണ്ടിക്ക്. പിന്നെ ഈ ഡ്രിഫ്റ്റ് കാറൊക്കെ നമ്മൾ ഒറ്റ ത്രോളിലൊന്നും കൊടുത്ത് സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. ഇത് ഡ്രിഫ്റ്റ് ചെയ്ത് തന്നെ ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്താലും കണ്ടോ വണ്ടി അധികം കണ്ടോ സ്പിന്നായി പോകത്തുള്ളൂ. അതായത് വീല് ബാക്കിൽ നല്ല സ്പിന്നിങ് കാണിക്കും, പക്ഷേ എന്താ പറയുക മൂവ് ആവത്തില്ല, റബ്ബർ ടയർ ഇല്ലാത്ത കാരണം. അപ്പോൾ ഡ്രിഫ്റ്റ് ഇങ്ങനെ നമ്മളൊരു ട്രാക്കൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് ഇങ്ങനെയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയാനായിട്ട്. നമുക്കൊരു ഡ്രിഫ്റ്റ് ട്രാക്കും കാര്യങ്ങളൊക്കെ വേണം കണ്ടോ. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര അതടിപൊളിയാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇതിൽ റബ്ബർ ടയർ ഇട്ടിട്ടും കാര്യമില്ല. കാരണം റബ്ബർ ടയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡിന്, അതായത് 2 ടയറിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും. അതായത് ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ബാക്കിൽ 2 പ്രാവശ്യം കറങ്ങും. അപ്പോൾ റബ്ബർ ടയർ ആകുമ്പോൾ അതിന് കുറച്ച് വിഷയം വരും. അപ്പോൾ ഇത് ഡ്രിഫ്റ്റ് വീൽ ഇട്ടിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ റോഡിൽ ഓടിക്കുമ്പോൾ എൻ്റെ ടയറിൻ്റെ സൗണ്ട് കേട്ടോ. ഈ സൗണ്ടാണ് എന്താ വെച്ചാൽ ഡ്രിഫ്റ്റ് ടയർ ആയത് കാരണം, റബ്ബർ ടയർ അല്ലല്ലോ. അതാണ് ഈ ഒരു സൗണ്ട്. അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റൊക്കെ ആവും കണ്ടോ, പക്ഷേ ടയർ പോവും കുറേ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഡ്രിഫ്റ്റൊക്കെ ആവുന്നുണ്ട് ഗൈസ് പൊളിയായിട്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നിസാൻ GTRൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറൊരു സംഭവം കാണിച്ചത് നിങ്ങളെ. ആ റോട്ടിൽ ഓടിച്ചതുകൊണ്ട് ടയർ എന്തോരം സ്ക്രാച്ചായി എന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഇങ്ങനെ സ്ക്രാച്ചാവും. ഡി എഡ് ജോക്ക് റോഡിൽ ഡ്രിഫ്റ്റ് ടയറിട്ട് ഓടിച്ചാലുള്ള ഇതാണ് കണ്ടോ. ഈ എഡ്ജ് ഇങ്ങനെ ഉണ്ട്. ഇതിനെ ക്യാമറ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു എഡ്ജ് മാത്രമേ റോട്ടിൽ മുട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഇവിടെ മാത്രം സ്ക്രാച്ച് ആവും. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് അതൊക്കെ പരിഹരിക്കാം. ഓക്കെ,
പിന്നെ ഇത് TRX സ്പോർട്ടിൻ്റെ പണിയുണ്ട്. TRX സ്പോർട്ടിൻ്റെ കാരിയർ ഈ പറഞ്ഞ വീലാർച്ച് എല്ലാം അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്, ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരടുത്ത RC ആയിട്ട്, അടുത്ത RC ചിലപ്പോൾ മേ ബി സൂപ്പറായിരിക്കും. സൂപ്പർ ഇവിടെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. സൂപ്പർ എൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. അത് മൊത്തം പണിത് കഴിഞ്ഞിട്ട് ഇറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു അടുത്ത RC ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.